ഈ ഒരു ചക്ക വെച്ചിട്ടില്ലേ നല്ല ടേസ്റ്റി ഒരു ഡിഷ് ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടില്ലേ, ചക്കയുടെ മധുരം നോക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വലിയ 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു ചക്കക്ക് മധുരം കുറച്ച് കുറവാണ്. ഒരു തേങ്ങയുടെ പാൽ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ചക്കയിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് 2 വലിയ സ്പൂൺ അരിപ്പൊടിയും 2 ടീസ്പൂൺ പാൽപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. ഇത് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്താൽ നല്ലപോലെ നമുക്ക് പാല് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സും ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ വെന്ത് വന്ന ചക്കയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങാപ്പാലും മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്തിട്ട് കൈ വിടാതെ ഇളക്കി യോജിപ്പിച്ച് നല്ല തിക്കാക്കി എടുക്കണം. നമ്മൾ പായസം പോലെ അത്രയും ലൂസാവരുത്, കുറച്ചും കൂടി ടൈറ്റായിട്ട് വരണേ. അപ്പോൾ നല്ലപോലെ വെന്തിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ട് ഓഫ് ചെയ്ത് അടച്ച് വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചക്ക കിട്ടുമ്പോൾ ട്രൈ ചെയ്യും.